റെഡ്മി നോട്ട് 10 പ്രോ മാക്സിൻ്റെ പിൻഗാമിയായി റെഡ്മി നോട്ട് 11 പ്രോ പ്ലസ് 5G വിപണിയിലെത്തിച്ചിരിക്കുന്നത് 21,000 രൂപ വിലയിലാണ്. അതായത് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് വിപണിയിലെത്തിച്ചതിനേക്കാൾ 1000 രൂപയാണ് കൂടുതൽ. 1000 രൂപ വിലയോടൊപ്പം അപ്ഗ്രേഡ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ 5G സപ്പോർട്ട് ചെയ്യും എന്നതാണ് ആദ്യ അപ്ഗ്രേഡ്. ഈ ഫോണിൽ 7 5G ബാൻഡുകൾ കാണാം. സ്നാപ്ഡ്രാഗൺ 695 SoC ആണ് ഈ ഫോണിലുള്ളത്. ഇത് 6 നാനോമീറ്റർ ചിപ്സെറ്റ് ആയതിനാൽ പവർ എഫിഷ്യൻ്റ് ആണ്. സ്നാപ്ഡ്രാഗൺ 750Gക്ക് തുല്യമായ ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗൺ 695 SoC. ഗെയിമിംഗ് നോക്കിയാൽ മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസ് സമ്മാനിക്കും എന്ന് മാത്രമല്ല ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല എന്നതും അഡ്വാൻറ്റേജ് ആണ്. ലിക്വിഡ് കൂളിംഗ് ടെക്നോളജിയും ഈ ഫോണിൽ കാണാം. ഇനി കണക്ടിവിറ്റിയിലേക്ക് വന്നാൽ കാരിയർ അഗ്രിഗേഷൻ സപ്പോർട്ട്, ഡുവൽ 5G സപ്പോർട്ട്, വൈഫൈ കോളിംഗ്, ഡുവൽ ബാൻഡ് വൈഫൈ തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം ഈ ഫോണിൽ കാണാം. 67 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ആണ് മറ്റൊരു അപ്ഗ്രേഡ്. 0 മുതൽ 100% ചാർജ് ആകാൻ കേവലം 42 മിനിറ്റ് മതിയാകും. റെഡ്മി നോട്ട് 10 പ്രോ മാക്സുമായി കമ്പയർ ചെയ്യുമ്പോൾ അല്പം മികച്ച പെർഫോമൻസോട് കൂടിയ 5G ചിപ്സെറ്റും 67 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങുമാണ് അപ്ഗ്രേഡ്സായി പറയാനുള്ളത്. ഇനി സമാനമായ ഫീച്ചേഴ്സ്, അതായത് റെഡ്മി നോട്ട് 10 പ്രോ മാക്സിലും റെഡ്മി നോട്ട് 11 പ്രോ പ്ലസ് 5Gയിലും ഒരുപോലെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസൈനിലെ വ്യത്യസ്തത ഒഴിച്ചു നിർത്തിയാൽ ഗ്ലാസ് ബാക്ക് ബോഡി തന്നെയാണ് ഈ ഫോണിനുമുള്ളത്. IP53 സർട്ടിഫിക്കേഷൻ, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സ്കാനർ, IR ബ്ലാസ്റ്റർ, FM റേഡിയോ, 3.5mm ഹെഡ്ഫോൺ പോർട്ട്, സ്റ്റീരിയോ സ്പീക്കർ, ഹൈറസ് ഓഡിയോ സർട്ടിഫിക്കേഷൻ എന്നിവ ഈ ഫോണിലും കാണാം. ഡിസ്പ്ലേയും സമാനമാണ്. 120 Hz റിഫ്രഷ് റേറ്റോട് കൂടിയ 6.67 ഇഞ്ച് ഫുൾ HD പ്ലസ് സൂപ്പർ AMOLED സ്ക്രീനാണ് ഈ ഫോണിലുമുള്ളത്. 1200 nits പീക്ക് ബ്രൈറ്റ്നസ്സും 360 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റുമുള്ള ഈ ഫോണിന് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. നോട്ട് 10 പ്രോ മാക്സിലെ പോലെ തന്നെ 16 MB സെൽഫി ക്യാമറ, 108 MB റിയർ ക്യാമറ, 8 MB വൈഡ് ആംഗിൾ ലെൻസ് എന്നിവ ഈ ഫോണിലും കാണാം. LPDDR4X RAM, UFS 2.2 സ്റ്റോറേജ്, ബ്ലൂടൂത്ത് 5.1 തുടങ്ങിയവ രണ്ടിലും കാണാം. ഇനി പറയാനുള്ളതാണ് പ്രധാന കാര്യങ്ങൾ. ഈ ഫോണിൻ്റെ ഡൗൺഗ്രേഡ്സ്. ആൻഡ്രോയിഡ് 13 റോൾഡ് ഔട്ട് ആകാൻ പോകുന്നു. എന്നിട്ടും ആൻഡ്രോയിഡ് 11 തന്നെയാണ് ഇതിലുള്ളത് എന്നതൊരു പോരായ്മ തന്നെയാണ്. ഹൈബ്രിഡ് സിം ട്രേയാണ് മറ്റൊരു പോരായ്മ. അതായത് ഒരേ സമയം 2 സിമ്മും മെമ്മറി കാർഡും ഉപയോഗിക്കാനാകില്ല. ഈ പോരായ്മ പരിഹരിക്കാൻ 128GB വേരിയൻ്റെങ്കിലും വാങ്ങേണ്ടി വരും. ക്യാമറ നോക്കുകയാണെങ്കിൽ പിന്നിലെ 2 MB ഡെപ്ത് സെൻസർ ഒഴിവാക്കി എന്ന് മാത്രമല്ല 5 MB മാക്രോ ലെൻസ് 2 MB ആയി ഡൗൺഗ്രേഡ് ചെയ്തിട്ടുമുണ്ട്. ഇനി പറയുന്നവയാണ് ഇതിലെല്ലാം വലിയ പോരായ്മകൾ. ഓഫർ ഇല്ലാതെ നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ ഹൈ എൻഡ് വേരിയൻറ്റിന് 25,000 രൂപയാണ് വില. ഇത്രയും വില മുടക്കി വാങ്ങുന്ന ഫോണിൽ 4K വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാകില്ല. എന്ന് മാത്രമല്ല 4K പ്ലേബാക്ക് പോലും സപ്പോർട്ട് ചെയ്യില്ല എന്നതാണ് ഏറ്റവും മോശമായ കാര്യം. 30 FPS-ൽ 1080p വീഡിയോ റെക്കോർഡിംഗ് മാത്രമാണ് സാധ്യമാകുക. 60 FPS-ൽ പോലും ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ് ഈ ഫോണിൽ സാധ്യമാകില്ല. ഓർക്കുക, 2019-ൽ പുറത്തിറങ്ങിയ റെഡ്മി നോട്ട് 7-ൽ പോലും 4K വീഡിയോ റെക്കോർഡിംഗ് സാധ്യമായിരുന്നു. ഇത്രയും വില കൊടുത്തു വാങ്ങുന്ന ഒരു ഫോണിൽ HDR വീഡിയോസും 4K വീഡിയോസും സപ്പോർട്ട് ചെയ്യില്ല എന്നത് വലിയ പോരായ്മ തന്നെയാണ്. ഈ പോരായ്മകളുടെ എല്ലാം കാരണം ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ 695 SoCയുടെ പരിമിതികളാണ്. സ്നാപ്ഡ്രാഗൺ 695 SoC 4K വീഡിയോ റെക്കോർഡിങ്ങും 4K വീഡിയോ പ്ലേബാക്കും സപ്പോർട്ട് ചെയ്യില്ല. മാത്രമല്ല HDR സപ്പോർട്ട് ചെയ്യില്ല, വൈഫൈ 6 സപ്പോർട്ട് ചെയ്യില്ല, LPDDR5X RAM സപ്പോർട്ട് ചെയ്യില്ല, UFS 3.0 അതിനു മുകളിലുള്ളതോ ഈ ചിപ്സെറ്റ് സപ്പോർട്ട് ചെയ്യില്ല. ഇത്രയും പരിമിതികളുള്ള ഈ ചിപ്സെറ്റാണ് റിയൽമി 9 Pro, പോക്കോ X4 Pro, IQZ6, വിവോ T1, മോട്ടോ G71, വരാനിരിക്കുന്ന OnePlus Nord CE2 Lite, ഒപ്പോ Reno 7C, മോട്ടോ G82 എന്നീ ഫോണുകളിലുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഫോണുകളും ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.